തീർച്ചയായും അനുജ 77% പോളിംഗ് എത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പുളിയാർമലയാണ്. ഒരു തരത്തിലുള്ള സംഘർഷ വിഷയങ്ങളോ ഒന്നും തന്നെ വയനാട്ടിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പുളിയാർമലയിൽ എത്തുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ 86% പോളിംഗ് നടന്ന ഒരു ബൂത്തുണ്ട്. അവിടുത്തെ സ്ഥാനാർത്ഥികളാണ് ഈ കാണുന്നത്. ഇങ്ങനെ അത് വയനാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രതീകം കൂടിയാണ്. കാരണം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അതൊരു അപൂർവ കാഴ്ചയാകും അല്ലേ? ശരിക്കും അതെ, ശരി. അതെ, ഇങ്ങനെ വേറെ എവിടെയും ഉണ്ടാവില്ല. നമ്മൾ അന്നും ഒരേ മാതിരി തന്നെയാണ്. പണ്ട് പോലെ കാണുന്ന ആൾക്കാരാണ്, നാളെയും കാണേണ്ട ആൾക്കാരാണ്. ഇലക്ഷൻ ഇന്നും കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണേണ്ടതാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. ഞങ്ങൾ 2 ക്ലാസ് മുന്നേ പഠിച്ചു. ആ ബന്ധം ചെറുപ്പം തൊട്ടുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ, അങ്ങനെ കൊണ്ട് നടക്കണം ഞങ്ങൾ. അങ്ങനെ തന്നെയാണല്ലോ. തീർച്ചയായും ബന്ധങ്ങൾക്കാണ് വില കൊടുക്കുന്നത്. യാതൊരുവിധ സംഘർഷവും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഉയർന്ന പോളിംഗ് ശതമാനമുണ്ട്. പോളിംഗ് ശതമാനമാണ് അനുജ. ഇവിടെ വയനാടിനെ സംബന്ധിച്ച് വൻ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം പരമാവധി റൂറൽ മേഖലയിലടക്കം വോട്ടർമാർ നല്ല രീതിയിൽ പ്രതികരിച്ചു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അവസാന ഘട്ട, അതായത് ഇത് സീൽ ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന അവസാന ഘട്ട ദൗത്യമാണ്. അതിൻ്റെ ഭാഗമായി ഇവിടെ നാട്ടുകാരുൾപ്പെടെയുള്ളവർ ഇവിടെ ഇങ്ങനെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. ഇനി ജനവിധിയാണ്. ജനവിധി ഒരാൾ മാത്രമേ ജയിക്കൂ എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ അത് കഴിഞ്ഞാലും സൗഹൃദം നിലനിൽക്കും. അത് വയനാടിൻ്റെ ഒരു സവിശേഷമായ അന്തരീക്ഷമായി തന്നെ വേണം അതിനെ കാണാൻ.